കർഷകരെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വളർത്താനൊരുങ്ങി പി.വി. അൻവർ എം.എൽ.എ. ഇതിന്റെ ഭാഗമായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വനനിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര സംഘടിപ്പിക്കും. DMK എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയാതിരുന്നതോടെയാണ് പുതിയ നീക്കത്തിന് തുടക്കമിടുന്നത്. LDF സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി.വി. അൻവർ എം.എൽ.എ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചാണ് പുറത്തായത്. തുടർന്നും അദ്ദേഹം തന്റെ ആരോപണങ്ങൾ തുടർന്നു. പിന്നീട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സ്വന്തമായി പാർട്ടിയും തുടങ്ങി. എന്നാൽ പാർട്ടിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാനായില്ല. ഇതോടെ പുതിയ തന്ത്രം പയറ്റുകയാണ് എം.എൽ.എ. കർഷകരെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വളർത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വന നിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര സംഘടിപ്പിക്കുകയാണ്. മനുഷ്യർ ഇന്ന് ഈ നേരിടുന്ന വിഷയത്തെ ഒന്നുകൂടി മനുഷ്യരെ പ്രയാസത്തിലാക്കുന്ന ഭേദഗതി ബില്ലാണ്, വനനിയമ ഭേദഗതി ബില്ലാണ് അസംബ്ലിയിൽ വരാൻ പോകുന്നത്. ഇത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് 1,30,00,000 ജനങ്ങൾ പോകണം. ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ കൂച്ചുവിലങ്ങിടുകയാണ്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ജനുവരി 3, 4, 5 തീയതികളിലാണ് യാത്ര. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പാർട്ടിയിൽ കർഷകരുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തമിഴ്നാട്ടിലെ DMK നേതാക്കളെയും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയെങ്കിലും ഇരു പാർട്ടികളിൽ നിന്നും പിന്തുണ ലഭിക്കാതായതോടെയാണ് പുതിയ തന്ത്രവുമായി രംഗത്തെത്തുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.